വട്ടിയൂർക്കാവ് പുളിയറക്കോണം ജംഗ്ഷനിൽ നിന്ന് വെറും 200 മീറ്റർ മാത്രം മാറി പണിയെടുപ്പിച്ചിരിക്കുന്ന നല്ല മനോഹരമായ വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ. സെൻട്രൽ സിറ്റിയിൽ നിന്ന് 12 കിലോമീറ്ററും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും വെറും 14 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീടിന് വന്നിരിക്കുന്നത്. ഈ വീട് നമുക്ക് പണിതിരിക്കുന്നത് ജംഗ്ഷൻ്റെ സമീപത്തായതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്കവിടെ ലഭ്യമാണ്. 4.5 സെൻറ്റ് ലാൻഡിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും 4 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടുത്തിയാണ് വീടിൻ്റെ ഫ്ലോർ പ്ലാനൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ട് മുഴുവനും കോൺക്രീറ്റ് റോഡ് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ലോറി സൈറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. വാസ്തുപ്രകാരം തന്നെയാണ് വീടിൻ്റെ പണിയെല്ലാം തീർത്തിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ എലിവേഷനിലോട്ട് പോകാം. നല്ല വിശാലമേറിയൊരു വൈഡ് ഏരിയയിലുള്ള ഒരു എലിവേഷൻ തന്നെയാണ് വീടിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കളർ കോമ്പിനേഷനും കൂടാതെ തന്നെ ഡെക്കറേഷനായിട്ട് സ്പോട്ട് ലൈറ്റ് നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് വന്നിരിക്കുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്നും വേറെ 200 മീറ്റർ മാത്രം മാറിയിട്ടാണ് വീട് പണിയെടുപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. വീടിൻ്റെ ഫ്രണ്ട് മുഴുവനും ടൈൽസൊക്കെ ഇട്ടിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ടിൽ നൽകിയിട്ടുള്ളത്. വീടിൻ്റെ ഫ്രണ്ടേജിൽ റൈറ്റ് സൈഡിലായിട്ടൊക്കെ തന്നെ ഒരു ഗാർഡനിങ് പ്രൊവിഷനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട്. 11x5 സിറ്റ് ഔട്ടിൻ്റെ ഡയമെൻഷൻ. സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് സിറ്റ് ഔട്ടെല്ലാം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ മുഴുവനും പ്ലാവിൻ തടിയിലാണ് പണിതിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ലൊരു ലീവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. 14x11 ലീവിംഗ് ഏരിയ ഡയമെൻഷൻ. ഒരു TV യൂണിറ്റൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ലീവിംഗ് ഏരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് ഒക്കെ തന്നെയാണ് വീടിന് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈനോട് കൂടിയ ഒരു ഫോൾ സീലിംഗ് വർക്കൊക്കെ തന്നെയാണ് ലീവിംഗ് ഏരിയയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് മൂവ് ചെയ്യാം. ലിവിംഗ് ഏരിയയിൽ നിന്നൊരു പാർട്ടീഷനൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. 12x10 ഡയമെൻഷൻ വരുന്ന ഒരു ഡൈനിങ് ഏരിയയാണ് വീടിനായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഡെക്കറേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ സൈഡിലായിട്ട് തന്നെ ഒരു വാഷ് കൗണ്ടർ ഏരിയ ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് വാഷ് ഏരിയ അറേഞ്ച് ആക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ കിച്ചണിലോട്ട് മൂവ് ചെയ്യാം. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് കിച്ചണിൻ്റെ ഒരു എൻട്രൻസ് വന്നിരിക്കുന്നത്. 12x12 കിച്ചണിൻ്റെ ഡയമെൻഷൻ. ഒരു ചിമ്മിനിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കിച്ചണിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. കിച്ചണൊക്കെ നല്ല ഒരുപാട് സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് പണിതിരിക്കുന്നതും. ഒരു മോഡുലാർ കിച്ചൺ തന്നെയാണ് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളതും. അതിനായിട്ട് ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുകളിലും താഴെയായിട്ട് ക്യാബിനറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ വീട് 4 BHK ആണ്. 2 ബെഡ്റൂം നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലും 2 ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിലുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 14x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ റൂം തന്നെയാണ് വന്നിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. 12x12 റൂമിൻ്റെ ഡയമെൻഷൻ. നല്ല ക്വാളിറ്റി ഏറിയ കജേറിയുടെ നല്ല ടൈൽസുകൾ തന്നെയാണ് റൂംസിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് മുഴുവനും സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വൈഡായിട്ട് തന്നെയാണ് സ്റ്റെയറൊക്കെ പണിതിരിക്കുന്നത്. സ്റ്റെയർ കയറി മുകളിലോട്ട് വരുമ്പോഴത്തേക്കും നല്ല വിശാലമേറിയ ഒരു ഹാള് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. 20x13 ഡയമെൻഷൻ വരുന്ന ഒരു ഹാള് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഹാൾ, 2 ബെഡ്റൂം, ഒരു ബാൽക്കണിയാണ് ഫ്ലോർ പ്ലാൻ ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം. 12x12 റൂമിൻ്റെ ഡയമെൻഷൻ. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആയ ബാത്റൂം ഫിറ്റിംഗ്സ് തന്നെയാണ് ഈ ബാത്റൂമിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ അവസാനത്തെ ബെഡ്റൂം. 12x12 തന്നെയാണ് ഈ റൂമിൻ്റെ ഡയമെൻഷൻ വരുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. ഇനി നമുക്ക് വീടിൻ്റെ ബാൽക്കണിയിലോട്ട് മൂവ് ചെയ്യാം. 12x10 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയൊരു ബാൽക്കണി തന്നെയാണ് വീടിനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റ് ഒക്കെ ഡെക്കറേഷനായിട്ട് നൽകിക്കൊണ്ട് തന്നെയാണ് ബാൽക്കണി എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബാക്ക് സൈഡിലായിട്ടൊരു ബാൽക്കണി അവൈലബിൾ ആണ്. മുകളിൽ ടെറസിലോട്ട് പോകാനുള്ള എൻട്രൻസ് ഈ ഒരു ബാൽക്കണിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കോർപ്പറേഷൻ ലിമിറ്റിൽ 4.5 സെൻറ്റ് ലാൻഡിൽ 1800 സ്ക്വയർ ഫീറ്റ് ആയിട്ട് പണികഴിപ്പിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 65 ലക്ഷമാണ്. അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിളും തന്നെയാണ്. അപ്പോൾ വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക.